കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിരിക്കുക എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതെ, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മെ മുൻപോട്ട് വിടാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന, നമ്മെ ഒതുക്കി കളയുന്ന ചില സാഹചര്യങ്ങളെ, ചില ശക്തികളെ വഴി മാറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ മുൻപോട്ട് നടത്തുവാനിടയായി തീരും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അതേ, ശിമോന്റെ അമ്മാവിയമ്മയായ അമ്മയ്ക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ തൊട്ടു മുമ്പിലത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബ് യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പള്ളിയിൽ നിന്നിറങ്ങി ശീമോന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ കാണുന്ന യേശുവും ശിഷ്യഗണങ്ങളും ഒന്നടങ്കം കാണുന്ന ഒരു കാഴ്ച, ശീമോന്റെ അമ്മാവിയമ്മ പനി ബാധിച്ച് ഒരു കിടക്കയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതേ, പള്ളിയിൽ നിന്നിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച. പള്ളിയിൽ നിന്നിറങ്ങി എന്ന് പറയുമ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി അനന്തരം കണ്ട കാഴ്ച അവരെ വേദനിപ്പിക്കുന്നതാണ്, അവരെ ഭാരപ്പെടുത്തുന്നതാണ്. പ്രിയരെ, ഇന്ന് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. നമ്മെ കേൾപ്പിച്ച, പ്രാർത്ഥിച്ചനന്തരം നമ്മെ കാണിച്ച, കേൾപ്പിച്ച ചില ദുരന്ത വാർത്തകൾ, വേദനിപ്പിക്കുന്ന ചില ന്യൂസുകൾ കർത്താവ് കരം തന്ന് അതിനകത്തുനിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും. നാം ഓർക്കുന്നത് നമ്മെ വല്ലാതെ വലച്ചു കളയുകയാണല്ലോ എന്നാണ്, നമ്മെ വീഴ്ത്തിക്കളയുകയാണെന്നാണ്. എന്നാൽ അതിനന്തരം അതിനകത്തും ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുമെന്ന് ഇന്ന് ഈ സന്ദേശത്തിനകത്തൂടെ മനസ്സിലാകണം. 1-ാം അധ്യായം 16-ാമത്തെ വേദഭാഗത്തിൽ വായിക്കാൻ കഴിയുന്നത്, അവൻ ഗലീല കടൽപ്പുറത്തൂടെ നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. 16-ാമത്തെ വാക്യത്തിൽ വീണ നിയോഗത്തിലേക്ക് വിടാതെ വണ്ണം 16-ാമത്തെ വാക്യത്തിൽ ഒരു നിയോഗം യേശു ശീമോന്റെ മേൽ പകരുകയാണ്, ശിഷ്യന്മാരുടെ മേൽ പകരുകയാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ലഭിച്ച നിയോഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയാതെ യേശുവിന്റെ പിന്നാലെ അനുഗമിക്കാൻ കഴിയാത്ത നിലയിൽ വീടിനകത്ത് സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടിടുകയാണ്. ഇന്ന് ഒട്ടനവധി പേരോട് ചോദിച്ചാൽ അനേകർ പറയുന്ന വിഷയമുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ചനന്തരം ലഭിക്കുന്നതോ വലിയ വേദനയാകുന്ന, വേദനപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിച്ചനന്തരം അങ്ങ് കേട്ട ചില ദുരന്ത വാർത്തകൾ, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലത് ലഭിക്കും, നല്ല വാർത്തകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴും പലപ്പോഴും ലഭിച്ച വാർത്തകൾ വേദനിപ്പിക്കുന്നതായി മാറിയ ഏതെങ്കിലും സാഹചര്യങ്ങൾ അങ്ങേ വേദനപ്പെടുത്തുന്നുണ്ടോ? അങ്ങേ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങയോട് ദൂത് പറയുന്നു. അങ്ങയ്ക്ക് കരം തരാൻ, കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സന്നദ്ധനായ ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ. ഇവിടെ വായിക്കാൻ കഴിയുന്നത് 16-ാമത്തെ 17-ാമത്തെ വേദഭാഗത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. തന്റെ കുടുംബത്തെ നോക്കി ഉപജീവനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, അവിടെ ശീമോന്റെ അമ്മാവിയമ്മ പനി ബാധിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരവസ്ഥ കാണുന്നു. എന്താ സാഹചര്യം? ആ 17-ാമത്തെ വാക്യത്തിൽ ലഭിച്ച നിയോഗത്തിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ, യേശുവിനെ അനുഗമിക്കേണ്ട, നീ വീട്ടിനകത്ത് ഒതുങ്ങി, അല്ലെങ്കിൽ ആ മിശ്രിതം അതിനകത്തൊരു രോഗം കൊണ്ടിട്ട് അവിടെ തന്നെ നിൽക്കണമെന്ന്
സ്തോത്രം ആക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ യേശു അടുത്ത പദത്തിൽ കാണുന്ന യേശു കൈക്ക് പിടിച്ച് ശീമോന്റെ അമ്മാവിയമ്മയെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് മുൻപോട്ട് പോകാം. നമ്മെ പ്രാർത്ഥിക്കാൻ മുൻപോട്ട് വിടാതെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടും വേദനകൾ കൊണ്ടിട്ടും രോഗങ്ങൾ കൊണ്ടിട്ടും സ്തോത്രം ചില ഒറ്റപ്പെടലുകൾ കൊണ്ടിട്ടും നിന്ദകൾ കൊണ്ടിട്ടും അപമാനപ്പെടുത്തലുകൾ കൊണ്ടിട്ടും നമ്മെ ഒതുക്കിക്കളയുന്ന ചില മേഖലകൾക്കകത്തുനിന്ന് നമുക്ക് കരം തരാൻ സന്നദ്ധനായ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന സ്തോത്രം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാം. പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം സാഹചര്യങ്ങൾ ചിന്താകുലരാക്കി വിചാരത്തിനകത്തൊതുക്കിക്കളയുന്ന ചില മേഖലകൾക്കകത്തൂന്ന്, ചില സാഹചര്യങ്ങൾക്കകത്തൂന്ന് യേശു കരം തന്ന് അതിനകത്തൂന്ന് എഴുന്നേൽപ്പിക്കുന്ന സമയം വെളിപ്പെടാൻ പോകുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വായിക്കുന്നത് യേശു ശീമോന്റെ അമ്മാവിയമ്മയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ചില വേദനപ്പെട്ട മേഖലകൾക്കകത്ത്, രോഗങ്ങൾക്കകത്ത്, അടിമപ്പെട്ടുപോയ സാഹചര്യങ്ങൾക്കകത്ത് യേശു അങ്ങയുടെ കരം തന്ന് അങ്ങയെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കരം ചലിക്കുന്നു എന്ന് വിശ്വസിച്ച് കർത്താവിന് മഹത്വം കരേറ്റുക. യേശുവിനെ അനുഗമിക്കാൻ പറ്റാതെ വണ്ണം ശീമോൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ശീമോന്റെ വീടിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ എന്നെ അനുഗമിക്കുവീനെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 21-ാമത്തെ വാക്യത്തിൽ വീടിനകത്ത് യേശുവിനെ അനുഗമിക്കാൻ കഴിയാതെ വണ്ണം ഒരു രോഗത്തിന്റെ പ്രതിസന്ധിയുടെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വിഷയം കൊണ്ടിടുകയാണ്. യേശുവിനെ അനുഗമിക്കാൻ കഴിയാതെ വണ്ണമുള്ള ചില പ്രതിസന്ധികൾ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം എന്നും കാണിച്ചു കൊണ്ടിരിക്കുന്ന ചില രോഗത്തിന്റെ പ്രതിസന്ധികളെ, ചില പ്രതിസന്ധികളുടെ സ്തോത്രം കാരണങ്ങളെ യേശു കർത്താവ് അതിനകത്തുനിന്ന് നമുക്ക് കരം തന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആ പദം എങ്ങനെയാണ്? യേശു അടുത്തിയ നമ്മളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയുന്നു, അങ്ങയ്ക്ക് കരം തരാൻ, അങ്ങയുടെ കരത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കർത്താവ് സന്നദ്ധനാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. അതെ, ആര് കരം തന്നില്ലേലും, ആരൊറ്റപ്പെടുത്തി കളഞ്ഞാലും, ആര് മാറ്റി നിർത്തിയാലും, സ്തോത്രം നിനക്കിനി ഒരു വിടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞാലും കർത്താവ് ഈ വചനത്തിലൂടെ അങ്ങയോട് ഓർമ്മിപ്പിക്കുന്നു, അങ്ങയോട് പറയുകയാണ്, അങ്ങയ്ക്ക് കരം തന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അതിപ്പോൾ ഈ മണിക്കൂറുകളിൽ വിശ്വസിക്കുന്നവരുടെ മേൽ കരം തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത പദം എങ്ങനെ പറയുന്നു? പനി അവളെ വിട്ടുമാറി. യേശു കരം തന്നാൽ, യേശു കരത്തെ പിടിച്ചാൽ ഇരിക്കുന്ന അവസ്ഥകൾക്കകത്തുനിന്ന് ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അങ്ങേ ബാധിച്ചിരിക്കുന്നത്, അങ്ങേ വലയ്ക്കുന്നത് ഏത് പ്രതികൂലമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ആ പനി അവളെ വിട്ടുമാറി. ദൈവത്തിന് ഇഷ്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ, പനി വരുന്നത് പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. പഠിക്കുമ്പോൾ കാണാൻ കഴിയും. പനി പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. എന്നാൽ ഇന്ന് ഞാൻ ആ പദത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ദൂത് പറയാം. പലതിൻ്റെയും വലിയ പല രോഗങ്ങളും കൊണ്ടിടാൻ ചെറിയ പനി കൊണ്ടിട്ട് ലക്ഷണങ്ങൾ കാണിച്ചതിനെ എന്ന് പറഞ്ഞാൽ വലിയ വിപത്തിനകത്തേക്കും വലിയ ദുരന്തത്തിനകത്തേക്കും തള്ളിവിടാൻ പിശാചൊരുക്കിയ ചില മേഖലകൾക്കകത്തൂന്ന്, പദ്ധതികൾക്കകത്തൂന്ന് അങ്ങേക്ക് കരം തന്ന് എഴുന്നേൽപ്പിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അനുഗമിക്കാൻ കഴിയാതെ, മൂവ് ചെയ്യാൻ കഴിയാതെ തടുത്തു നിർത്തിയ, ഒതുക്കിക്കളഞ്ഞ ചില മേഖലകൾക്ക് അങ്ങയ്ക്ക് ദൈവം കരം തരും. അങ്ങ് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അടുത്തത്, അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയിൽ നിന്ന് അവൾ അവരെ ശുശ്രൂഷിക്കുന്ന നിലയിൽ യേശു കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ വചനത്തെ വിശ്വസിച്ച് എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഒതുക്കി നിർത്തിയാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും എനിക്ക് കരം തന്നെ എഴുന്നേൽപ്പിക്കുന്ന, എന്നെ സ്തോത്രം നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. മുൻപോട്ട് നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്
പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ അങ്ങനെക്ക് കരം തരുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.